കഴിഞ്ഞ 10 ദിവസങ്ങളിൽ മലയാളികളായ ആളുകൾ എവിടെയെല്ലാമുണ്ടോ അവരെല്ലാവരും ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ, മലയാളിയായ ഒരു സഹോദരൻ കർണാടകയിലെ ഷിരൂർ ആങ്കോല പ്രദേശത്ത് സംഭവിച്ച അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു ദിവസത്തിൽ പലതവണ ശ്രദ്ധിച്ച വാർത്ത എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല. ഒരു ദുരന്തം, ഒരു പ്രയാസം കാണുമ്പോൾ ആ പ്രയാസത്തിൽ വേദനിക്കുകയും അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ല മനസ്സിൻ്റെ അടയാളമാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സംഭവത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മളെല്ലാവരും പഠിച്ചെടുക്കേണ്ട ഒട്ടനവധി പാഠങ്ങളുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ ദുരിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ ആ സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മിമ്പറിൽ കയറുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പും ആ നാടുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇതുവരെയുള്ള സമയം ആ സഹോദരനെ കണ്ടെത്താനോ അദ്ദേഹത്തിൻ്റെ ട്രക്ക്, ലോറി അത് കൃത്യമായി എടുത്തുകൊണ്ടുവരുവാനോ സാധ്യമാകാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഞാൻ ആ സംഭവത്തിലേക്ക് പോവുകയല്ല. നോക്കൂ, നിങ്ങൾ എത്ര മനുഷ്യന്മാരാണ്, എത്ര സംവിധാനങ്ങളാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ 10 ദിവസങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വാർത്തകൾ ഒരുപക്ഷെ ഒരു സെക്കൻഡ് പോലും വിടാതെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രമിച്ചിട്ടും ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥ ഇതിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലെ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ പല സംവിധാനങ്ങളുമുണ്ട്, പല സൗകര്യങ്ങളുമുണ്ട്, നമുക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവോടെയാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മളെല്ലാവരും നിസ്സഹായരാണ്. അപകടങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരാൻ സാധ്യമാവുകയുള്ളൂ എന്ന അടിസ്ഥാന പാഠം വിശ്വാസികളായ നമ്മളെല്ലാവരും ഇത്തരം ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ ഇവിടെ നമ്മളെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും ആരും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ശ്രമിച്ചാൽ പോലും അതിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ദുനിയാവിലെ ദുരിതമാണ്, ദുനിയാവിലെ അപകടമാണ്. ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. ഈ ദുനിയാവിനപ്പുറം ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ദുനിയാവിൽ നമ്മുടെ ജീവിതമെങ്ങാനും അപകടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ അവിടെ നമ്മളെ സഹായിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാനും നമ്മുടെ വാർത്തകൾ മറ്റുള്ളവരെ അറിയിക്കാനും ആരും ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ടപ്പോൾ ആ സഹോദരൻ്റെ വാർത്ത മാലോകരെ അറിയിക്കാൻ എത്രയെത്ര മാധ്യമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ സഹായിക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത MLA-മാരും അതേപോലെ തന്നെ മറ്റുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അത് ഈ ദുനിയാവിലാണ്. എന്നാൽ പരലോകത്ത് നമ്മുടെ ജീവിതം ദുരിതമാണ് എങ്കിൽ, ദുരന്തമാണ് എങ്കിൽ അവിടെ ആരാണ് നമുക്ക് കൂട്ടിനുണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അന്നത്തെ ദിവസം വത്തഖൂ യൗമൻ
ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണമെന്നാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ദിവസത്തിൽ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ശുപാർശ പറയാനും ആരുമുണ്ടാകാത്ത ഒരു ദിവസമാണ് ആ ദിവസമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് മറ്റൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല, അവിടെ നമ്മൾ വിജയിക്കണം. ഇവിടെ ഒരുപക്ഷെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമെന്ന് പറഞ്ഞാൽ അത് മരണമാണ്. ആ മരണത്തിനപ്പുറം ഈ ലോകത്ത് വലിയ ദുരിതമൊന്നും നമുക്കാർക്കും സംഭവിക്കാനില്ല. അത് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ആ മരണം നമ്മളെ എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും. ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മുന്നോട്ട് പോവുകയില്ല. റബ്ബ് എപ്പോഴാണോ നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്ത് നമ്മുടെ മരണം നമ്മളെ പിടികൂടും. അതുകൊണ്ട് തന്നെ ആ മരണത്തിനപ്പുറമുള്ള ലോകത്ത് വിജയിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ, അതിനുവേണ്ടി മത്സരിക്കാനാണ് വിശ്വാസികളായ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത് എന്ന് ദുനിയാവ് നമ്മളെ